വൃത്തിയോടാണ് ഈ കാണിക്കുന്നേ? ഈ മുറി തുറക്കരുന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? ശരി, ഞാൻ തുറക്കുന്നില്ല. പകരം ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. എന്തിന്? അവരൊന്ന് തുറക്കട്ടെ. പക്ഷെ അവര് വന്ന് ഇതിനകത്തുനിന്ന് വല്ല കഞ്ചാവോ മറ്റോ കണ്ടുപിടിച്ച അതിനുള്ള ഉത്തരവാദിത്വം മുത്തശ്ശിക്കായിരിക്കും. ഞാനെങ്ങ കഞ്ചാവ് വലിക്കാറില്ല. അമ്മ വലിക്കണ്ടെന്നേ, കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചു വെച്ചാലും മതി. പിന്നെ ജയിലിലായിരിക്കും താമസം. ശരത്ത് അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ നല്ലവനാ. പിന്നെന്താ വാതില് തുറന്ന് പരിശോധിച്ചാൽ? അത് പിന്നെ അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. മോള് തുറന്ന് പരിശോധിക്കുക. ആരെ എതിർക്കാൻ വരുന്നത് നമുക്കൊന്ന് കാണാം. നമുക്കൊരു സംശയം തോന്നിയാ അത് ഉടനെ മാറ്റണം. അല്ലെ ആ ചുറ്റി കഴിഞ്ഞുകൊണ്ട് പോവാ, ഞാൻ തുറക്കാം. വേണ്ടച്ച, ഞാൻ തന്നെ തുറന്നോളാം. പിന്നെ മുത്തശ്ശി ഇവിടെ തന്നെ വേണം. ഈ മുറി പരിശോധിക്കുമ്പോഴേ മുത്തശ്ശിയും കൂടി ഇവിടെ ഉള്ളത് തന്നെ നല്ലതച്ച. അല്ലെങ്കിൽ നാളെ നമ്മൾ വല്ലതും കട്ടെടുത്തുന്നാവും. അത് ശരിയാ. അയ്യോ, ഇതാരെ കടുക ചെയ്ത? അഴിക്കും മോളെ. അയ്യോ, പെട്ടെന്ന് ഇല്ല മോളെ. എന്താ പറ്റിയത്? എന്ത് പറ്റിയത്? ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ കേട്ട നിരക്ക് ആരുടെ ആയിരുന്നു. ഇവിടെ വാതിൽ തുറക്കാൻ കുറച്ച് വൈകി. ഇവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്തേ മുത്തശ്ശിക്കൊന്നും മിണ്ടാനില്ലേ? ഇപ്പൊ ബോധ്യായല്ലോ ശരത്ത് മോനെ തനി ഗുണം. അവനിങ്ങനൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇനി അമ്മ ന്യായീകരിച്ച പ്രഭാവതിയെ കെട്ടിയിട്ടോളെ അമ്മ ഞാനിവിടെ കട്ടിലെ കെട്ടിയിടും. കേട്ടല്ലോ? പ്രഭാവതി ചേച്ചി, എന്താ പറ്റിയത്? എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? ശരത്തുമോനാണോ പ്രഭാവതി നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടെ? അല്ല. കണ്ടോ കണ്ടോ, അവനല്ല. അവനിങ്ങനൊന്നും ചെയ്യില്ല, അവൻ നല്ലവനാ. വേറെ ആരെ ചെയ്തേ? ആരാ പ്രഭാവതി ഇതിന്റെ കാരണക്കാരൻ? കള്ളന, പേരും കള്ളൻ. അങ്ങനെ വരട്ടെ, കള്ളന്മാരുടെ സീസണായത്. എന്നിട്ട് വല്ലതും മോഷ്ടിച്ചോണ്ട് പോയോ? എന്റെ സമാധാനം പോയി, എന്റെ സ്വസ്ഥത പോയി. ദേവികെ, എനിക്ക് ദേവികയോട് മാത്രമായിട്ട് സംസാരിക്കണം. ഞാനിവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ പ്രഭാവതി? കുഴപ്പമുണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അത് പ്രഭാവതി പറയട്ടെ. കുഴപ്പമുണ്ട്. അങ്ങനെ പറ. പ്രഭാവതി പറഞ്ഞോ, ഞാൻ അനുസരിക്കും. ദേവികെ, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം.